നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബാലറ്റ് പേപ്പറിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 101 വോട്ടുകളും സ്വന്തമാക്കിയാണ് വിജയം. 35 അംഗങ്ങൾ LDF-ലെ AC മൊയ്തീനെയും 3 പേർ BJP-യിലെ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. മേഖലയിൽ വീണ്ടും വാഹനാപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് വൈശ്ശേരി വടക്കേ തലക്കൽ പത്രോസ് മകൻ 59 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ചാവക്കാട് നഗരമധ്യത്തിൽ ലോറി ഇടിച്ച് കടകൾ തകർന്നു. സ്ഥാപനത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കടയുടമ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചരക്ക് ലോറി പുറകിലേക്ക് എടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് നഗരമധ്യത്തിലെ ചക്കാല സ്റ്റോഴ്സ് സമീപത്തുള്ള ബാർബർ ഷോപ്പ് എന്നിവിടങ്ങളിലേക്ക് ഇടിച്ചു കയറുകയാണ്. വാഹനയാത്രികർക്ക് ഭീഷണിയായി ചേറ്റുവ പാലത്തിലെ കുഴികൾ. ദേശീയപാത 66-ലെ പ്രധാന പാലമായ ചേറ്റുവ പാലത്തിൽ വൻകുഴികൾ. പാലത്തിലെ ഇരുമ്പ് പട്ടകളും കൂർത്ത കമ്പിയും പുറത്തായ സ്ഥിതി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് വൻ അപകട ഭീഷണി. വാർത്തകൾ വിശദമായി. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബാലറ്റ് പേപ്പറോടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 101 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. ശ്രീ AC മൊയ്തീൻ 35 വോട്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും. 139 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നടപടികൾ നിയന്ത്രിച്ച പ്രോൺടേ സ്പീക്കർ G. സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. പേര് വിളിക്കുന്നതിനനുസരിച്ച് അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിനു പിന്നിലൊരുക്കിയ സ്ഥലത്ത് വന്ന് വോട്ട് രേഖപ്പെടുത്തി പെട്ടിയിലിടുകയായിരുന്നു. CPM-ന്റെ AC മൊയ്തീനും BJP-യുടെ BB ഗോപകുമാറുമായിരുന്നു LDF-നും NDA-ക്കും വേണ്ടി മത്സരിച്ചത്. സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് 3 പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നതും പ്രത്യേകതയായിരുന്നു. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. വലിയ സന്തോഷമുണ്ട്. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അതിൽ 100% സംതൃപ്തിയുണ്ടെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1-നാണ്. ഭരണപക്ഷത്തു നിന്നും ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. LDF BJP സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ കസേരയിലേക്ക് ആനയിച്ചു. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നയാളാണ് തിരുവഞ്ചൂരെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുമോദിച്ച് സംസാരിച്ചു. പ്രതിപക്ഷ ശബ്ദവും അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഉന്നത ജനാധിപത്യബോധം തിരുവഞ്ചൂർ പ്രകടിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടെന്നുമായിരുന്നു പിണറായി വിജയന്റെ അഭിനന്ദനം. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുമ്പോഴുള്ള വരുമാന നഷ്ടം എത്രയെന്ന റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയാൽ 65 കോടിയും ഓർഡിനറി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നടപ്പിലാക്കിയാൽ 90 കോടി രൂപയും നഷ്ടമുണ്ടാകും. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസ നഷ്ടം 112 കോടിയാകും. 3 മാസത്തേക്കുള്ള കണക്കാണ് നൽകിയത്. ഗതാഗത സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 12 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാർ പ്രതിദിനം സഞ്ചരിക്കുന്നുവെന്നാണ് ഏകദേശ കണക്ക്. പദ്ധതി നടപ്പിലാക്കിയ കർണാടകയിൽ AC സ്ലീപ്പർ ബസ്സുകളിൽ സൗജന്യമില്ല. തമിഴ്നാട്ടിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ആനുകൂല്യം. KSRTC-യിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗതാഗത മന്ത്രി CP ജോൺ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഏതൊക്കെ ബസ്സിൽ എത്ര ദൂരം വരെ എന്നൊന്നും തീരുമാനമായിട്ടില്ല. ജില്ലകൾക്ക് പുറത്തേക്ക് സൗജന്യ യാത്രയുണ്ടോ, എല്ലാ പ്രായക്കാർക്കും ആനുകൂല്യം ഉണ്ടാകുമോ എന്നെല്ലാം അറിയാനുണ്ട്. സാമ്പത്തിക ബാധ്യത കൂടി പരിഗണിച്ചാകും തീരുമാനം ഉണ്ടാവുക. മേഖലയിൽ വീണ്ടും വാഹനാപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചത്. കിഴൂർ വടക്കേ തലയ്ക്കൽ വീട്ടിൽ 49 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. പട്ടാമ്പി റോഡിലെ വൺവേക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മുന്നിലുണ്ടായിരുന്ന ബസിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം എതിരെ വന്ന ലോറിയുടെ സൈഡിൽ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ബാബുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുന്നംകുളം താലൂക്ക് ആംബുലൻസ് പ്രവർത്തകർ ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മേഖലയിൽ വാഹനാപകടങ്ങളും ഇതേ തുടർന്നുള്ള മരണങ്ങളും പതിവാണ്. കഴിഞ്ഞ ദിവസം പാറേമ്പാടത്ത് സ്വകാര്യ ബസ്സിടിച്ചും എരുമപ്പെട്ടിയിൽ ടോറസ് ലോറിയിടിച്ചും സ്കൂട്ടർ യാത്രികർ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചാവക്കാട് ലോറിയിടിച്ച് സൈക്കിൾ യാത്രികനും മരിച്ചിരുന്നു. മണിമലർക്കാവ് ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനമിടിച്ച് പരിക്കേറ്റ കുന്നംകുളം നഗരസഭ ഉദ്യോഗസ്ഥൻ മരിച്ചതും കഴിഞ്ഞ ദിവസമായിരുന്നു. ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. ചാവക്കാട് നഗരമധ്യത്തിൽ ലോറിയിടിച്ച് കടകൾ തകർന്നു. സ്ഥാപനത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കടയുടമ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിക്കാണ് സംഭവം. ചരക്ക് ലോറി പുറകിലേക്ക് എടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് നഗരമധ്യത്തിലെ ചക്കാല സ്റ്റോഴ്സ്, സമീപത്തുള്ള ബാർബർ ഷോപ്പ് എന്നിവിടങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കടകളുടെ മുൻഭാഗം തകർന്നു. ബാർബർ ഷോപ്പിൽ ഉറങ്ങുകയായിരുന്ന ഉടമ ശ്രീരാമൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മഞ്ചേരിയിൽ നിന്ന് അരി കയറ്റി പറവൂരിലേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചക്കാല സ്റ്റോഴ്സിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്ന സാധനങ്ങൾ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉടമ ഹുസൈൻ ചക്കാലക്കൽ പറഞ്ഞു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി. പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് ഈ സംഭവം. ഒരു ചരക്ക് ലോറി അരിയോടുമായിട്ട് അവർ മഞ്ചേരിയിൽ നിന്ന് പറവൂർ പോയിരുന്നു. അങ്ങനെ സെൻറ്റർ വഴി പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ സെൻറ്ററിലെത്തിയപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ. അങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റിവേഴ്സ് എടുത്താണ്. അപ്പോൾ നോക്കുമ്പോൾ അത് നേരെ നമ്മളെ ഷോപ്പിൻ്റെ ഓഫീസിൽ കയറിയുണ്ടായിരുന്നു. വാഹനയാത്രക്കാർക്ക് ഭീഷണിയായ ചേറ്റുവ പാലത്തിലെ കുഴികൾ. ദേശീയപാത 66-ലെ പ്രധാന പാലമായ ചേറ്റുവ പാലത്തിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിലെ ഇരുമ്പ് പട്ടകളും കൂർത്ത കമ്പിയും പുറത്തായ രീതിയിലാണ്. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് വൻ ഭീഷണിയാണ് ഉള്ളത്. പാലത്തിലെ കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും വെട്ടിച്ചു മാറ്റുമ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി കൂടിക്കിടക്കുന്ന മണൽ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാണ്. ചേറ്റുവ പാലത്തിലും സമീപ പ്രദേശത്തും കൂടിക്കിടക്കുന്ന മണൽ മൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ദേശീയപാത കരാർ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാടാനപ്പള്ളി പോലീസിൽ മാസങ്ങൾക്ക് മുമ്പ് പൊതുപ്രവർത്തകൻ ലത്തീഫ് പരാതി നൽകിയിരുന്നു. പുതിയ പാലത്തിന്റെ പണി പൂർത്തിയാകാത്തതിനാൽ ദിനംപ്രതി വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ കണ്ടെയ്നർ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ എല്ലാ ചരക്ക് വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പാലത്തിൽ വലുതും ചെറുതുമായ 10-ൽ പരം കുഴികളുണ്ട്. കൃത്യമായ രീതിയിൽ കുഴി അടയ്ക്കാത്തതും പാലത്തിൽ വീണ്ടും കുഴി രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. ദിനംപ്രതി ദേശീയപാത കരാർ കമ്പനി അധികൃതർ ചേറ്റുവ പാലത്തിലൂടെ പലതവണ കടന്നുപോകുമ്പോഴും അപകടസ്ഥിതി കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് സമീപനം. പാലത്തിലെ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടായാൽ പൂർണ്ണ ഉത്തരവാദി ദേശീയപാത അതോറിറ്റിയും ദേശീയപാത കരാർ കമ്പനിയും മാത്രമായിരിക്കുമെന്നും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം അധികൃതർക്ക് ഉണ്ടെന്നും നാട്ടുകാരും യാത്രികരും പറയുന്നു. ചേറ്റുവ പാലത്തിലെ അപാകതകൾക്ക് വേണ്ട പരിഹാരം കാണാനോ അപകടം ഉണ്ടാകുന്നതിനു മുമ്പ് കുഴികൾ അടയ്ക്കുവാനോ കൂടിക്കിടക്കുന്ന മണൽ നീക്കം ചെയ്യുവാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പൊതുജനങ്ങളെയും വാഹനയാത്രക്കാരെയും കുഴിയിൽ വീണ് അപകടം ഉണ്ടാക്കുന്നതിനു മുമ്പ് കുഴികൾ അടച്ച് വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും സാമൂഹ്യപ്രവർത്തകൻ ലത്തീഫ് കേട്ടുമ്മൽ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കുടിവെള്ള വിതരണ വാഹനം മറഞ്ഞു. കുട്ടഞ്ചേരി 4-ാം വാർഡിൽ നെല്ലിക്കുന്ന് ഭാഗത്തേക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ പോയ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ സ്വകാര്യ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. റോഡിലെ കയറ്റത്തിൽ വലിയ കുണ്ടും കുഴികളും കാരണം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നിലേക്ക് ഉരുണ്ടു നീങ്ങുകയായിരുന്നു. തുടർന്ന് സമീപത്തെ വീടിന്റെ മതിലിലിടിച്ച് വാഹനം മറിഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടത്തിൽ വാഹനത്തിനും വീടിന്റെ മതിലിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. പാവർട്ടി കാശ്മീർ റോഡിന് സമീപം ബൈക്കും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം ഇന്നുച്ചയ്ക്ക് 1 മണിക്കായിരുന്നു സംഭവം. പെട്ടി ഓട്ടോറിക്ഷ മറുവശത്തേക്ക് തിരിയുന്നതിനിടെ ബൈക്ക് പെട്ടി ഓട്ടോയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു.
അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന്റെ തലയ്ക്ക് പരിക്കുണ്ട്. ഇയാളെ നാട്ടുകാർ ചേർന്ന് പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലുവായ് കാർഗിൽ സ്വദേശി റമീസ് സഞ്ചരിച്ചിരുന്ന ആഡംബര ബൈക്കായ സുസുക്കിയുടെ ഹയാബൂസ എന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്കിന്റെ മുൻവശം തകർന്നു. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായും അപേക്ഷകൾ സമർപ്പിക്കാം. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് വേണ്ടിയും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്ററെ ഉടൻ വിളിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ മാസം 10-ാം തീയതിയാണ്. ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാര ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ഒറ്റത്തവണയായി സ്കോളർഷിപ്പും നൽകും. ഗുരുവായൂരിലെ ലോഡ്ജുകളിലെ റിസപ്ഷനിൽ നിന്ന് മൊബൈൽ ഫോൺ കവർച്ച പതിവാക്കിയ യുവാവിനെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിലെ പ്രതി അന്നമനട സ്വദേശി അറക്കൽ വീട്ടിൽ ഷിനാസിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പേരിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ 15ഓളം മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കിഴക്കേ നടയിലെ ക്ലൗഡ് 9 ലോഡ്ജിന്റെ റിസപ്ഷനിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് 3 മൊബൈൽ ഫോണുകൾ പ്രതി കവർന്നത്. ക്ഷേത്ര നഗരിയിലെ മറ്റ് പല ലോഡ്ജുകളിൽ നിന്നും നേരത്തെ മൊബൈൽ ഫോൺ മോഷണം പോയിരുന്നു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം യങ്സ് കോർണറിലെ പുതുകിണറിൽ പാഴ്ചെടികൾ വളർന്ന് കാട് പിടിച്ചു. 5 വർഷം മുൻപ് നവീകരിച്ച പുതുകിണറാണ് അധികൃതരുടെ അനാസ്ഥ മൂലം കാട് പിടിച്ചത്. കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന് സമീപത്തെ കിണറാണ് പാഴ്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നത്. കനത്ത വേനലിലും വറ്റാത്ത കിണർ മുൻപ് സമീപവാസികൾക്ക് അനുഗ്രഹമായിരുന്നു. പഞ്ചായത്തിന്റെ പുറമ്പോക്ക് സ്ഥലമായ ഇവിടെ കിണറിനോട് ചേർന്ന് കുടുംബശ്രീ വിപണന കേന്ദ്രം തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനിടെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കിണർ നവീകരിക്കുകയും ചെയ്തു. എന്നാൽ തുടർ പ്രവർത്തനം നിലച്ചതോടെ കിണർ നശിക്കാൻ തുടങ്ങി. പാഴ്ചെടികൾ വളർന്ന് കിണറിനുള്ളിൽ കാട് പിടിച്ച സ്ഥിതിയാണ്. കുടുംബശ്രീ കേന്ദ്രവും അടച്ചുപൂട്ടി. കിണർ വൃത്തിയാക്കുകയും കുടുംബശ്രീ വിപണന കേന്ദ്രം തുറക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം മത്സ്യ മാർക്കറ്റ് INTUC യൂണിയന്റെ നേതൃത്വത്തിൽ അന്തരിച്ച യൂണിയൻ നേതാവ് CV ജാക്സന്റെ 2ാം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CV ജാക്സന്റെ സ്മരണകൾ നേതാക്കൾ പങ്കുവച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറിമാരായ KC ബാബു, CI ടി മാത്യു, ബിജോയ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CB രാജു തുടങ്ങിയവർ സംസാരിച്ചു. INTUC ഭാരവാഹികളായ KV ഗീവർ, KS രാധാകൃഷ്ണൻ, ഷിജി ജാക്സൺ, മഹേഷ് തിപ്പലശ്ശേരി, KK സുലൈമാൻ തുടങ്ങിയവരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീ ജാക്സൺ മരിച്ചപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയില്ല. വ്യക്തിപരമായി അത്രയും ബന്ധമില്ലെങ്കിലും രാഷ്ട്രീയപരമായി എനിക്ക് നേരിട്ട് നന്നായി അറിയാവുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. INTUCയുടെ പ്രവർത്തകനായി, INTUCയുടെ നേതാവായി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരെ എത്തിയ അദ്ദേഹം അഴിമതിക്കെതിരെ പോരാടാൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 6 വയസ്സിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കി വേൾഡ് റെക്കോർഡിന് അർഹയായ തപസ്യയുടെ പുതിയ പുസ്തകം പ്രകാശനത്തിനായി ഒരുങ്ങി. ബ്രഹ്മകുളം നീതായനത്തിൽ സുനീഷ് നീതു ദമ്പതികളുടെ മകളായ തപസ്യ എഴുതിയ മലയാളം കവിതകളുടെ സമാഹാരം ഞായറാഴ്ച പ്രകാശനം ചെയ്യും.
തപസ്യയുടെ കുഞ്ഞു മനസ്സിൽ വിരിയുന്ന ഭാവനകൾ മനോഹരങ്ങളായ കവിതകളായി പിറവിയെടുത്തത് ചേർത്ത് ഓലപ്പമ്പരം എന്ന പേരിലാണ് മൂന്നാമത്തെ പുസ്തകം പുറത്തിറക്കുന്നത്. കവി ആലങ്കോട് ലീലാകൃഷ്ണന്റെ അവതാരികയും ബാലസാഹിത്യകാരൻ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ആസ്വാദനക്കുറിപ്പുമായി തയ്യാറാക്കിയ ഓലപ്പമ്പരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടക്കുന്ന ചടങ്ങിലാണ് പ്രകാശനം ചെയ്യുന്നത്. ചിത്രകാരനായ ആർട്ടിസ്റ്റ് നന്ദൻ പിള്ള പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. എഴുത്തുകാരി സുനിത സുകുമാരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം സന ബാബു മുഖ്യാതിഥിയാകും. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് പുസ്തക പരിചയം നടത്തും. ബ്രഹ്മകുളം ഗോകുലം സ്കൂളിൽ ഈ വർഷം 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ആമി എന്ന് വിളിക്കുന്ന തപസ്യയുടെ ആദ്യ 2 പുസ്തകങ്ങൾ 2 വർഷം മുൻപാണ് പ്രകാശനം ചെയ്തത്. വർണ്ണജാലകം എന്ന പേരിൽ മലയാളത്തിലും മൈ മാജിക് പെൻസിൽ എന്ന പേരിൽ ഇംഗ്ലീഷിലുമായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്കുള്ള ആമിയുടെ വരവറിയിച്ച കൃതികൾ. ചെറിയ പ്രായത്തിൽ തന്നെ 2 ഭാഷകളിൽ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചതിന് വേൾഡ് റെക്കോർഡിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നവയാണ് ആമിയുടെ കവിതകൾ. കിളികളും പൂക്കളും മരങ്ങളും ചിത്രശലഭവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വഴിയുണ്ടാകുന്ന ദുരന്തങ്ങളും ആമിയുടെ ഭാവനയിൽ നിന്ന് കവിതയായി പെയ്തിറങ്ങിയിട്ടുണ്ട്. കവിത മനസ്സിൽ വന്ന് നിറയുമ്പോൾ ആമി അത് അമ്മ നീതുവിനോടും അമ്മമ്മ മീരയോടും പറയും. അവരാണ് കവിതകൾ പകർത്തിയെഴുതുന്നത്. പല സമയങ്ങളിലായി പിറവിയെടുത്ത 36 കുഞ്ഞു കവിതകളാണ് ഓലപ്പമ്പരം എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കടങ്ങോട് പഞ്ചായത്തിലെ പന്നിത്തടം മാത്തൂർ ചേമ്പൻസ് റോഡിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ പൊട്ടിയ പൈപ്പുകൾ പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. 20ാം വാർഡ് മെമ്പർ സൈബുനിസ ഷറഫിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ പൈപ്പുകൾ പുനഃസ്ഥാപിക്കുന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് പന്നിത്തടം സെന്ററിലുള്ള കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടിയത്. ഇതിനെ തുടർന്ന് മാത്തൂർ ചേമ്പൻസ് റോഡിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. മേഖലയിലെ നിരവധി കുടുംബങ്ങൾ വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരുന്നു. വാർഡ് മെമ്പർ സൈബുനിസ ഷറഫിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്തിനും പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. തുടർന്ന് മെമ്പർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് ഉത്തരവ് നൽകുകയായിരുന്നു. തുടർന്ന് കുടിവെള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ 10 മാസമായിട്ട് റോഡ് പണിയുടെ സമയത്ത് നമ്മളെ 20ാം വാർഡിലെ ജൽജീവന്റെ പദ്ധതിയായ ഈ കുടിവെള്ള പൈപ്പിന്റെ പൈപ്പ് പൊട്ടിയിട്ട് ഒരുപാട് പൈപ്പ് പൊട്ടി ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഒരു പരിഹാരം കണ്ടില്ല. പഞ്ചായത്തുമായും നമ്മൾ വാട്ടർ അതോറിറ്റിയുമായും PWയുമായി ബന്ധപ്പെട്ടിട്ടും ഒന്നും കാണാത്തതിന് ഞങ്ങൾ നേരിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. അതിന്റെ ഫലമായി അതിന് പരിഹാരം കണ്ടു. ഇന്ന് തൊട്ട് നമ്മുടെ പണി തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട കളക്ടർക്ക് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിലെ പൊട്ടിത്തെറിയിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റ് കിടപ്പിലായവർക്കും ഇവരുടെ ആശ്രിതർക്കുമായി കൗൺസിലിംഗ് നടത്തി. തൃശൂർ സൈക്കാട്രിക് വിഭാഗത്തിലെ ഡോക്ടർമാരാണ് നേതൃത്വം നൽകിയത്. മാനസിക ബുദ്ധിമുട്ട് കാരണം DVLPS സ്കൂളിൽ ഹാജരാകാത്തവരുടെ വീടുകളിലെത്തിയാണ് കൗൺസിലിംഗ് നടത്തിയത്. ഡോക്ടർ ജയപ്രകാശ്, നോഡൽ ഓഫീസർ ഡോക്ടർ പീറ്റർ ജോസഫ്, ഡോക്ടർ PG നവ്യ, സ്മിത വർഗീസ്, റോസ്നറ്റ് ഡേവിഡ്, ആശാവർക്കർമാരായ TP സന്ധ്യ, ബിന്ദു പ്രേമൻ, കൗൺസിലിംഗ് സംഘത്തിലെ വിഷ്ണു, ലിറ്റി, ഡിവിഷൻ കൗൺസിലർ P തുളസി എന്നിവരാണ് വീടുകൾ സന്ദർശിച്ചത്. കോട്ടപ്പടി ഗ്രാമീണ വായനശാലയിൽ തിയേറ്റർ വില്ലേജിന്റെ സഹകരണത്തോടെ ദ്വിദിന നാടകക്കളരി സംഘടിപ്പിച്ചു. നാടകക്കളരിയുടെ ഉദ്ഘാടനം നാടക ചലച്ചിത്ര താരം മീനരാജ് പള്ളുരുത്തി നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ നീതു പ്രബിൻ അധ്യക്ഷയായി. ചടങ്ങിൽ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി, ഗാനരചയിതാവും കവിയുമായ സത്യൻ കോട്ടപ്പടി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സത്യൻ കണ്ടാണിശ്ശേരി, നാടക സംവിധായകൻ പ്രദീപ് നാരായണൻ, നാടക പ്രവർത്തകൻ സുനിൽ ചന്ദ്രൻ, സാംസ്കാരിക പ്രവർത്തകൻ ആവണി സന്തോഷ്, കോട്ടപ്പടി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ഷൺമുഖൻ, ഭരണസമിതി അംഗം ഹരിദാസ്, ലൈബ്രറിയൻ ലിഷ സന്തോഷ് എന്നിവർ സംസാരിച്ചു. 2ാം ദിവസം നാടക പരിശീലനത്തിൽ 20ഓളം സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വ്യക്തിത്വ വികസനം, നേതൃത്വ പാടവം, ഓർമ്മശക്തി എന്നിവ മെച്ചപ്പെടുത്തുവാൻ തക്ക രീതിയിലുള്ള തിയേറ്റർ ഗെയിമുകൾ ഉൾപ്പെടുത്തിയായിരുന്നു പ്രദീപ് നാരായണന്റെ നേതൃത്വത്തിലുള്ള നാടക പരിശീലനം. ക്യാമ്പിൽ രൂപം കൊണ്ട നാടകം ഈ വരുന്ന ഓണക്കാലത്ത് അരങ്ങിലെത്തും. വായനശാല സ്ഥിതി ചെയ്യുന്ന ഉപ്പുതോട് പ്രദേശത്തെ തനത് നാടൻ കലയായ ഐവർകളിയുടെ പരിശീലനവും നാടക ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ഐവർകളി പരിശീലനത്തിന് ജയൻ ഗുരുക്കൾ നേതൃത്വം നൽകി.
ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന് കീഴിലെ ആംഗ്ലിക്കൻ സഭയായ എപ്പിസ്കോപ്പൽ റിവൈവൽ അന്തർദേശീയ ഭദ്രാസനത്തിന് കീഴിൽ റൂഹ് എലോഹിം ചർച്ചിന്റെ പുതിയ ബിഷപ്പ്, പ്രീസ്റ്റ്, ഡീക്കൻ സ്ഥാനങ്ങളിലേക്കുള്ളവരുടെ സ്ഥാനാരോഹണം നടന്നു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിന് ബിഷപ്പ്മാരായ ഡോക്ടർ ജി വേണുഗോപാൽ, ഡോക്ടർ സാം പീറ്റർ, ഡോക്ടർ ഷീജ തങ്കച്ചൻ, ഡോക്ടർ അനിൽ ചാണ്ടി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പുതിയ ബിഷപ്പായി ഡോക്ടർ പോൾ പി ജോൺ, പ്രീസ്റ്റുമാരായി റവറൻ ബിജോയ് വർഗീസ്, റവറൻ അനീഷ് രാജ് സി, റവറൻ ആശ തോമസ് എന്നിവരും ഡീക്കന്മാരായി റവറൻ കെ ആർ ലിജു, റവറൻ വി എ അനൂപ്, റവറൻ ജിബി അബ്രഹാം, റവറൻ ജോജോ ജോൺ, റവറൻ ജുബി, റവറൻ കെ ആർ ലാൽജു, റവറൻ സന്ദീപ് എന്നിവരും സ്ഥാനമേറ്റു. തുടർന്ന് നവാഭിഷിക്തരായ ബിഷപ്പിന്റെയും പ്രീസ്റ്റുമാരുടെയും ഡീക്കന്മാരുടെയും നേതൃത്വത്തിൽ പൊതു ആരാധനയും ഉണ്ടായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ആസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകപ്പള്ളിയിൽ സഭാസ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ പരിശുദ്ധ കാട്ടുമങ്ങാട്ട് ഗീവർഗീസ് മാർ കൂർലോസ് ഇളയ ബാവയുടെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള 4ാം ഓണം പെരുന്നാളിന് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത കൊടിയേറ്റി. മെയ് 28, 29 വ്യാഴം, വെള്ളി ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ. വ്യാഴാഴ്ച വൈകിട്ട് 6:45 സന്ധ്യാനമസ്കാരം, ആശീർവാദം, ധൂപപ്രാർത്ഥന. വെള്ളിയാഴ്ച രാവിലെ 7:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, കബറങ്കൽ ധൂപപ്രാർത്ഥന, തുടർന്ന് അനുസ്മരണ സമ്മേളനം, നേർച്ച സദ്യ എന്നിവ ഉണ്ടാകും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചുറ്റലപ്പള്ളി, സഭാ അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, ഇടവക സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റൈഫീസൺ ബാബു എന്നിവർ അടങ്ങിയ കമ്മിറ്റി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ചായയുടെ രുചിയിലൂടെ ഹൃദയങ്ങൾ കീഴടക്കിയ ചാലിശ്ശേരിയിലെ പ്രകാശേട്ടനെ സ്നേഹാദരമൊരുക്കി. അന്താരാഷ്ട്ര ചായ ദിനത്തിൽ ചാലിശ്ശേരിയിലെ പ്രഭാതങ്ങൾക്കും സായാഹ്നങ്ങൾക്കും രുചിക്കൂട്ടു പകരുന്ന കവുക്കോട് കളിയത്തു വീട്ടിൽ പ്രകാശനെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ചെറുവാശ്ശേരിയുടെ നേതൃത്വത്തിലായിരുന്നു ആദര ചടങ്ങ് സംഘടിപ്പിച്ചത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 1993 മാർച്ച് 1 ആരംഭിച്ച ചെറിയ ചായക്കട ഇന്ന് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയ ഇടമായി മാറിയിരിക്കുകയാണ്. ചാലിശ്ശേരി പഞ്ചായത്ത് അംഗം A വിജയൻ വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിലെത്തി പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ പ്രദീപ് ചെറുവാശ്ശേരി, മൂസക്കുട്ടി കോലഴി, ജയൻ ചാത്തമംഗലത്ത് എന്നിവർ സംസാരിച്ചു. പ്രദേശവാസികളും നാട്ടുകാരും പങ്കെടുത്തു. 4 ചക്രവാഹനത്തിൽ പ്രവർത്തിച്ചിരുന്ന ചെറിയ ചായക്കട വർഷങ്ങളായി നാട്ടുകാരുടെ സൗഹൃദത്തിന്റെയും ആത്മബന്ധത്തിന്റെയും കേന്ദ്രമായി മാറുകയായിരുന്നു. പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് പ്രകാശേട്ടന്റെ ചൂടൻ ചായയും പരിപ്പുവടയും ഉള്ളിവടയും കഴിക്കാനായി എത്തുന്നത്. പഴയകാലത്തിന്റെ ആത്മാർത്ഥതയും മധുരവും ഇന്നും അതേപടി നിലനിർത്തുന്ന ചാലിശ്ശേരിയുടെ പ്രിയ ചായക്കടയായി ഇവിടം മാറിയെന്ന് ആദരചടങ്ങ് സംഘടിപ്പിച്ചവർ അഭിപ്രായപ്പെട്ടു. കർഷക സംഘം പുറത്തിറക്കുന്ന കർഷകനാഥം എന്ന മാസികയുടെ വരിക്കാരെ ചേർക്കുന്നതിന്റെ കുന്നംകുളം ഏരിയാതല ഉദ്ഘാടനം നടന്നു. പ്രശസ്ത സിനിമാ ഗാനരചയിതാവും കവിയുമായ BK ഹരിനാരായണന്റെ കയ്യിൽ നിന്ന് ആദ്യ വരിസംഖ്യ ഏറ്റുവാങ്ങിക്കൊണ്ട് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കരിക്കാട് പട്ടിമുറിയിലുള്ള ഹരിനാരായണന്റെ വസതിയിൽ ചേർന്ന ചടങ്ങിൽ കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി KB ജയൻ, വൈസ് പ്രസിഡന്റ് KF ഡേവിസ്, കമ്മിറ്റി അംഗം PS സന്ദീപ്, കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഘോഷ് പൂവത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ചിത്രാംബരി സംഗീത വിദ്യാലയത്തിന്റെ വെക്കേഷൻ ക്ലാസുകളുടെ സമാപനത്തിന്റെ ഭാഗമായി സംഗീത ശില്പശാലയും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി വയലിൻ, ഗിറ്റാർ, കീബോർഡ് എന്നീ വിഷയങ്ങളിൽ പ്രത്യേക സംഗീത പ്രകടന ക്ലാസുകളും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ റഫീഖ് അഹമ്മദ് വിതരണം ചെയ്തു. മനേഷ്, ജോഷി മാസ്റ്റർ, ഷൺമുഖൻ, സുഗീഷ്, പ്രേംപ്രസാദ്, ശ്രീരാഗ്, ശിവദാസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ TA ശിവദാസ് സ്വാഗതവും സുരേഷ് ചാഴിയത്ത് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പതിയാരം പുത്തൻകുളം അംഗൻവാടി പരിസരത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല എഡ്യൂക്കേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, ചൊവ്വന്നൂർ BRC ട്രെയിനർ CC ഷെറി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലുള്ള വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ യോഗത്തിൽ സംബന്ധിച്ചു. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വിദ്യാലയങ്ങളുടെ സുരക്ഷാ പരിശോധന വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരുന്നു. അധ്യയന വർഷത്തിന്റെ ഭാഗമായുള്ള പ്രവേശനോത്സവം കണ്ടാണശ്ശേരി Excelsior LP സ്കൂളിൽ വെച്ച് ആകർഷകമായ രീതിയിൽ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർക്ക് പുറമെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. കടപ്പുറം മുനയ്ക്കക്കടവ് തീരദേശ പോലീസും കടലോര ജാഗ്രതാ സമിതിയും സംയുക്തമായി ബ്ലാങ്ങാട് ബീച്ച് ശുചീകരിച്ചു. തീരദേശ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിൽ ഉദ്ഘാടനം ചെയ്തു. കടലോര ജാഗ്രതാ സമിതി ജില്ലാ കോർഡിനേറ്റർ ആച്ചി ബാബു അധ്യക്ഷത വഹിച്ചു. ASIമാരായ മിനി, അനിത, പോലീസ് ഉദ്യോഗസ്ഥർ, കോസ്റ്റൽ വാർഡന്മാർ, ബോട്ട് സ്റ്റാഫുകൾ, കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 21ാം വാർഡ് കിടങ്ങൂർ AKG നഗർ ADSലെ ഫ്രണ്ട്സ് കുടുംബശ്രീയുടെ 21ാം വാർഷിക ആഘോഷവും ADS പൊതുയോഗവും ചേർന്നു. CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ബിജി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ സുഗിജ സുമേഷ് മുഖ്യാതിഥിയായി. സംഘത്തിലെ മുതിർന്ന അംഗം രാധ പുണ്ണിയെ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് ആദരിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്ക് സംഘത്തിന്റെ സ്നേഹാദരവ് നൽകി. വനിതകളുടെ ഇടയിൽ വായനാശീലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ രക്ഷാധികാരി വിജയൻ മാസ്റ്ററും സെക്രട്ടറി വിഷ്ണു മാസ്റ്ററും സംസാരിച്ചു. വീടുകളിലേക്ക് പുസ്തകം എത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. CDS വൈസ് ചെയർപേഴ്സൺ റജുല അബ്ദുൾ വഹാബ്, മുൻ ബ്ലോക്ക് മെമ്പർ KK മണി, മുൻ വാർഡ് മെമ്പർ TP ലോറൻസ്, സംഘം സെക്രട്ടറിയും ADS വൈസ് ചെയർപേഴ്സണുമായ ഉമൈബ അബ്ദുൾ റഹ്മാൻ, മൻസൂറ തുടങ്ങിയവർ സംസാരിച്ചു. ജ്ഞാനോദയം ഗ്രന്ഥശാല സെക്രട്ടറി വിഷ്ണുമാഷിന്റെ ഗാനാലാപനവും ഉണ്ടായി. കടപ്പുറം പഞ്ചായത്തിന്റെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സന്നദ്ധ പ്രവർത്തകർക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം സംഘടിപ്പിച്ചു. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സക്കീന ബഷീർ അധ്യക്ഷത വഹിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഫ്രാൻസിസ് ജിമ്മി പരിശീലനത്തിന് നേതൃത്വം നൽകി. പാമ്പുകടി, തീപ്പൊള്ളൽ, ശ്വാസതടസ്സം, ജലസ്രോതസ്സിലെ അപകടം, രക്തസ്രാവം, അന്നനാളത്തിൽ ഭക്ഷണാവശിഷ്ടം കുടുങ്ങുക, ഇലക്ട്രിക് ഷോക്ക് തുടങ്ങിയ സാഹചര്യങ്ങളിലെ അടിയന്തര വൈദ്യസഹായം സംബന്ധിച്ചാണ് പരിശീലനം നൽകിയത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV ദിലീപ് കുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഷ്കർ എന്നിവർ സംസാരിച്ചു. സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സെബി വർഗീസ് സ്വാഗതവും വാർഡ് മെമ്പർ MS പ്രകാശൻ നന്ദിയും പറഞ്ഞു. സെക്കൻഡ് എഡിഷൻ നാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 2ാം സ്ഥാനം. പക്ഷാഘാതം സംഭവിച്ച രോഗികൾക്ക് പരസഹായം കൂടാതെ സഞ്ചരിക്കാനുള്ള വീൽചെയർ കണ്ടുപിടുത്തവും അതിന്റെ പ്രവർത്തന രീതിക്കുമാണ് വിദ്യാർത്ഥികളായ MK ഷഹരിയാർ, ആക്കിഫ് അബ്ദുൾ റസാഖ്, T ഷിഫിൽ എന്നിവർക്ക് 2ാം സ്ഥാനം ലഭിച്ചത്. കോയമ്പത്തൂർ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സയൻസ് എന്ന സ്ഥാപനത്തിൽ വെച്ച് നടന്ന സെക്കൻഡ് എഡിഷൻ നാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ റോബോട്ടിക് വിഭാഗം മത്സരത്തിലാണ് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് അഭിമാനകരമായ നേട്ടം ലഭിച്ചത്. വീൽചെയറിൽ ഇരിക്കുന്ന രോഗിക്ക് നൽകുന്ന കണ്ണടയിൽ 4ഓളം IR സെൻസർ ഫിറ്റ് ചെയ്യുകയും ഇതിനാൽ രോഗി ഇടത്തോട്ട് നോക്കുമ്പോൾ വീൽചെയർ ഇടതുഭാഗത്തേക്കും, വലത്തോട്ട് നോക്കുമ്പോൾ വലതുഭാഗത്തേക്കും, മുകളിലേക്ക് നോക്കുമ്പോൾ വീൽചെയർ മുന്നോട്ടേക്കും, താഴേക്ക് നോക്കുമ്പോൾ വീൽചെയർ പുറകിലേക്കും, രോഗി നേരെ നോക്കിയാൽ വീൽചെയർ സ്വയം ബ്രേക്കിട്ട് നിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തന രീതിയാണ് വീൽചെയറിൻ്റേത്. ഇത് രോഗികൾക്ക് വീടിനുള്ളിൽ പരസഹായം കൂടാതെ സഞ്ചരിക്കുവാനും കഴിയുന്നു. ഏറെ വൈറലായ വീൽചെയർ കണ്ടുപിടുത്തത്തിന് 5000 രൂപ വീതമുള്ള ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. ഇതിന് ഈ 3 വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കിയ അധ്യാപികമാരായ സുഖൈന അബൂബക്കർ, നജ്മ K എന്നിവരെയും സമ്മാനാർഹരായ വിദ്യാർത്ഥികളെയും അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, അൻസാർ സ്കൂൾ പ്രിൻസിപ്പൽ സാജിദ റസാഖ് എന്നിവർ അഭിനന്ദിച്ചു. ചാവക്കാട് നഗരസഭ 3ാം വാർഡിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ PS സൗരീഷ് രാജിന് തിരുവത്ര രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരിച്ചു.
ചാവക്കാട് ഫറക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ ഉപഹാര സമർപ്പണം നടത്തി. UDF കൺവീനർ KV ഷാനവാസ് ഷാൾ അണിയിച്ചു. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MS ശിവദാസ്, ട്രസ്റ്റ് ഭാരവാഹികളായ ഷുക്കൂർ കോനാരത്ത്, EP ഷാഫി, AS സജിത്ത് എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി തിരഞ്ഞെടുക്കേണ്ടതായ വിവിധ കോഴ്സുകളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഫോക്കസ് പോയിന്റ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ക്ലാസ് എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഷീബ ജോസ്, SMC ചെയർമാൻ VS ശ്രീജൻ, കരിയർ ഗൈഡ് ശരണ്യ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. (2026-2027) അധ്യയന വർഷത്തേക്കുള്ള പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ VHSC വിഭാഗം 1ാം വർഷ അഡ്മിഷൻ അപേക്ഷാ സമർപ്പണത്തിനുള്ള ഏകജാലക ഹെൽപ്പ് ഡെസ്ക് സംവിധാനം മെയ് 25 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിൽ ആരംഭിക്കും. SSLC വിജയിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നേരിട്ട് വന്ന് വേണ്ട കോഴ്സ് സ്കൂളുകൾ തെരഞ്ഞെടുത്ത് അപേക്ഷ തെറ്റുകൂടാതെ സമർപ്പിക്കാൻ വേണ്ട സഹായം സൗജന്യമായി അധ്യാപകർ തന്നെ ഹെൽപ്പ് ഡെസ്കിലൂടെ നൽകും. സംസ്ഥാനത്ത് ഏത് VHSC സ്കൂളിലേക്കും ഇവിടെ നിന്ന് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 08 65 06 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം: 98 95 08 65 06. ഗുരുവായൂരിൽ മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തെക്കേ ബ്രാഹ്മണ സമൂഹം റോഡിൽ വസന്തവിഹാറിൽ 58 വയസ്സുള്ള ബാലകൃഷ്ണനാണ് മരിച്ചത്. സ്റ്റാർ സ്പോർട്സിലെ മുൻ ഉദ്യോഗസ്ഥനാണ്. ഇന്ന് രാവിലെ സുഹൃത്തുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തതിനെ തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രൊഫസർ സുധയാണ് ഭാര്യ. ഹൈമ മകളാണ്. സംസ്കാരം ശനിയാഴ്ച നടക്കും. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ കല്ലമ്പുറം സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി അങ്കണത്തിൽ സുവിശേഷ യോഗം സംഘടിപ്പിക്കുന്നു. മെയ് 24 ഞായറാഴ്ച വൈകിട്ട് 6 മുതൽ 8 മണി വരെയാണ് സുവിശേഷ യോഗം. പ്രൊഫസർ ഡോക്ടർ ജിജി കെ ജോസഫ് സുവിശേഷ സന്ദേശം നൽകും. എല്ലാ 1ാം ഞായറാഴ്ചയും കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 മണി വരെ സുവിശേഷ യോഗം ഉണ്ടായിരിക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,620 രൂപ. സ്വർണം പവന് 1,16,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചർമ്മം ചൊവ്വലൂർപ്പടി മാവേലി റോഡിൽ പരേതനായ മാമരക്കാട്ട് വാസു ഭാര്യ തങ്കമണി നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി വാതക ക്രിമിറ്റോറിയത്തിൽ നടന്നു. കോഴിക്കോട് താമസിക്കുന്ന കാട്ടകമ്പാൽ ചിറക്കൽ പുലിക്കോട്ടിൽ പരേതനായ മാത്യുവിന്റെ മകൻ ഉക്കുറുക്കുട്ടി നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം കാട്ടകമ്പാൽ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. ഷീലയാണ് ഭാര്യ. ജോമോൻ, മിഷ എന്നിവർ മക്കളാണ്. ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ഫ്രാൻസിസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. റിട്ടയർഡ് മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു പരേതൻ. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ആലീസ് ആണ് ഭാര്യ. മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂൾ അധ്യാപകൻ ടോണി ഫ്രാൻസിസ്, ചൂണ്ടൽ LIG ഗേൾസ് ഹൈസ്കൂൾ അധ്യാപിക ടീന ജസ്റ്റിൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കോട്ടയം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബാലറ്റ് പേപ്പറിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 101 വോട്ടുകളും സ്വന്തമാക്കിയാണ് വിജയം. 35 അംഗങ്ങൾ LDF-ലെ AC മൊയ്തീനെയും 3 പേർ BJP-യിലെ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. മേഖലയിൽ വീണ്ടും വാഹനാപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുന്നുകുളം പട്ടാമ്പി റോഡിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് വൈശ്ശേരി വടക്കേ തലക്കൽ പത്രോസ് മകൻ 59 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ചാവക്കാട് നഗരമധ്യത്തിൽ ലോറി ഇടിച്ച് കടകൾ തകർന്നു. സ്ഥാപനത്തിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കടയുടമ രക്ഷപ്പെട്ടു. ചരക്ക് ലോറി പുറകിലേക്ക് എടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് നഗരമധ്യത്തിലെ ചക്കാല സ്റ്റോർ, സമീപത്തുള്ള ബാർബർ ഷോപ്പ് എന്നിവിടങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വാഹനയാത്രക്കാർക്ക് ഭീഷണിയായ ചേറ്റുവ പാലത്തിലെ കുഴികൾ
ദേശീയപാത 66-ലെ പ്രധാന പാലമായ ചെറ്റുവ പാലത്തിൽ വൻ കുഴികൾ. പാലത്തിലെ ഇരുമ്പ് പട്ടകളും കൂർത്ത കമ്പിയും പുറത്തായ സ്ഥിതി. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് വൻ അപകട ഭീഷണി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.